CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുഭവനപുരി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച 416 വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. റെക്കോർഡ് വിവാഹം നടന്നിട്ടും തിരക്കനുഭവപ്പെടുകയോ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തില്ല. അണ്ടത്തോട് പാപ്പാളിയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. വടക്കേകാട് 4 കല്ല് കണ്ടംപുള്ളി 50 വയസ്സുള്ള ഒരു കുളങ്ങര സുനിയാണ് മരിച്ചത്. ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റിനുള്ളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന 3 വയസ്സുകാരനടക്കം 6 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തമിഴ്നാട് കരൂർ സ്വദേശികളായ 6 പേരാണ് കാരക്കാടുള്ള 8 നില കെട്ടിടമായ വൈകുണ്ഠം അപ്പാർട്ട്മെന്റിന്റെ 3ാം നിലയിൽ ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ മൂലം കുടുങ്ങിക്കിടന്നത്. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ വേണുനാഥം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ആകർഷകമായി. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി ദീർഘചതുരാകൃതിയിലൊരുക്കിയ പൂക്കളത്തിലാണ് ഓടക്കുഴലേന്തിയ കണ്ണന്റെ മനോഹര രൂപം ആവിഷ്കരിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി, ചാവക്കാട് താലൂക്ക് നിയമസേവന കമ്മിറ്റി, ഗുരുവായൂർ വില്ലേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി മീഡിയേഷൻ സംഘടിപ്പിച്ചു. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ കേരള പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS, തൃശൂർ ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS എന്നിവർ ദർശനം നടത്തി. ബസ് യാത്രക്കിടയിൽ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലെത്തിച്ച് KSRTC ജീവനക്കാർ. പെരിന്തൽമണ്ണ ചെറുകര സ്വദേശിനിയായ 22 വയസ്സുകാരിയാണ്. തൃശൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് പാറേമ്പാടം എത്തിയപ്പോൾ കുഴഞ്ഞു വീണത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനെ കൊടിയേറി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നവമ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ തൽസ്ഥിതി നിലനിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ബന്ധപ്പെട്ടവരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഹുബ്ബുൽ ഹബീബ് 2026 മീലാദ് ആഘോഷത്തിനായി അകലാട് മർക്കസ് ഒരുങ്ങി. 27-ന് വ്യാഴാഴ്ച അന്നദാനത്തോടുകൂടി സമാപിക്കും. നവമണലൂർ കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം നവമ 2026ന്റെ ഭാഗമായി തൈക്കാട് മേഖല സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തി. പുന്നയൂർകുളം കുന്നത്തൂരിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്കിലെ പിടികയിൽ ഷക്കീർ ഷെമി ദമ്പതികളുടെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് റിഫാനാണ് തൂങ്ങി മരിച്ചത്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 3 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കമായി. കുന്നംകുളം SI KS സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.